ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു ടേസ്റ്റിയായ ഡൈനാമൈറ്റ് ഷ്രിമ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ആദ്യം കുറച്ച് ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 20-22 ചെമ്മീൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. ഇനി ഇതിലേക്ക് ഒരു മുട്ട, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്. ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ അത് ചേർക്കുന്നതാവും നല്ലത്. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ആണ് ഞാൻ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ വിനെഗർ. ഇതിത്രയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. അപ്പോഴാണ് മുട്ടയും മുളകുമൊക്കെ നന്നായി മിക്സായി കിട്ടുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് പിടിക്കാൻ വേണ്ടി വെക്കണം. ഞാൻ ഒരു 5 മണിക്കൂറെങ്കിലും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ മാരിനേഷനൊക്കെ ചെമ്മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഡൈനാമൈറ്റ് ഷ്രിമ്പിന് വേണ്ടിയുള്ള സോസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ആദ്യം മയോണൈസ് ഉണ്ടാക്കിയെടുക്കണം. മയോണൈസ് എളുപ്പത്തിൽ എങ്ങനെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ചിലർക്കൊന്നും മയോണൈസ് ശരിയായി കിട്ടാറില്ല. അങ്ങനെയുള്ളവർക്ക് ആ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനു വേണ്ടി ഞാൻ ഒരു 1.5 കപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് റെഡ് ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് ഒരു 3 ടേബിൾ സ്പൂൺ. ഇത് മൂന്നും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ചെമ്മീൻ തയ്യാറാകുന്നത് വരെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ടെക്സ്ചറിൽ കിട്ടും. ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ട ഫ്ലോർ മിക്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി ആദ്യം 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പച്ചരിപ്പൊടി ചേർക്കുമ്പോഴാണ് ചെമ്മീൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി. ഇത് ഞാൻ ഡ്രൈ റെഡ് ചില്ലി ഒരു പാനിലിട്ട് ചൂടാക്കിയതിന് ശേഷം ക്രഷ് ചെയ്തെടുത്തതാണ്. ഇല്ലെങ്കിൽ ഓവനിൽ 1 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താലും മതിയാകും. ഇനി ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോട്ടിങ്ങിനുള്ള പൗഡർ റെഡിയായിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ എടുത്ത് ഓരോന്നായി ഫ്ലോർ മിക്സിയിലിട്ട് മുഴുവനായി കോട്ടിങ് ചെയ്തെടുക്കാം. നനവുള്ള കൈകൊണ്ട് കോട്ടിംഗ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പൊടികളൊക്കെ കട്ട കെട്ടി കോട്ടിംഗ് നന്നായി പിടിക്കാതിരിക്കും. ഞാൻ മറ്റേ കൈകൊണ്ടാണ് ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഫ്ലോർ മിക്സും എഗ് മിക്സും ഒട്ടും വേസ്റ്റ് ആവണ്ട എന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വീണ്ടും എഗ്ഗിലും ഫ്ലോറിലും ഇട്ട് ഡബിൾ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ വേസ്റ്റ് ആവുകയില്ല. ഇനി ബാക്കി വരുന്ന പൊടികളൊക്കെ തട്ടി കളഞ്ഞതിന് ശേഷം വേണം ചെമ്മീൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ നല്ല പോലെ കരിഞ്ഞു പോകും. ഇപ്പോൾ എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറേ സമയം ഓയിലിൽ ഫ്രൈ ചെയ്യാൻ പാടില്ല.
കാരണം ചെമ്മീനിന് ചെറിയ വേവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ സമയം ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ ചെമ്മീനിൻ്റെ സോഫ്റ്റൊക്കെ കുറഞ്ഞ് ചെമ്മീൻ ഹാർഡായിട്ട് കിട്ടും. അതുകൊണ്ട് ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ചെമ്മീൻ വറുത്തു കോരി മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച സോസുമായി മിക്സ് ചെയ്ത് ക്യാബേജും സ്പ്രിംഗ് ഓണിയനും ചേർത്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് അസംബിൾ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.